ചായയോ? ചായ ഒന്നും വേണ്ടമ്മ. പണ്ടങ്ങനെയൊക്കെയുള്ള ശീലം ഉണ്ടായിരുന്നു പറഞ്ഞു. അവിടെ എല്ലാവർക്കും കട്ടനാ ഇഷ്ടം, അതുകൊണ്ട് ഞാനും കട്ടനാക്കി. എനിക്ക് മാത്രം ചായ ഇടാനൊന്നും അമ്മ സമ്മതിക്കൂല. ഞാൻ പിന്നൊന്നും ചെയ്യാൻ പോല, കട്ടൻ കുടിച്ച് ശീലായി. അല്ലമ്മ, നാത്തൂനെന്തേ? സിനിമയ്ക്കാ? നേരത്തെ പറഞ്ഞുള്ളയായിരുന്നു, ഞാനിവിടെ പോയാലോ. എത്ര കാലമായി സിനിമയൊക്കെ കണ്ടിട്ട്. കല്യാണം കഴിഞ്ഞ് എന്തൊക്കെ മാറ്റും അമ്മ. ഷാള? ഷാളൊക്കെ ഇടണം, അതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര നിർബന്ധമാണ്. വഴക്ക് പറയും. വീട്ടില് ഇടാൻ കൊണ്ടുപോയ നൈറ്റ് ഡ്രസ് ഒന്നും ഇടാൻ സമ്മതിക്കൂല. അവിടെ വേറെ ചുരിദാർ പോലത്തേക്ക് ഉണ്ട്, അത് ഷാളൊക്കെ ഇട്ട് വീട്ടിൽ നിൽക്കണം. അതുകൊണ്ട് എല്ലാം പറക്കി അപ്പുറത്തെ വീട്ടിൽ കൊച്ചു കൊടുത്തു. അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരും. എപ്പോഴാ പോണേന്നാ? ഞാൻ വന്നല്ലോ അമ്മ, എന്നാലും ഉച്ച കഴിയുമ്പോ പോണം. അമ്മ വഴക്ക് പറയും. വിളിക്കും ഇപ്പൊ തന്നെ, എപ്പോൾ ഇറങ്ങിയെന്ന് ചോദിച്ചു. കാലം വയ്യായിരിക്കല്ലേ. ഞാൻ ചെന്നിട്ട് വേണം വീട്ടിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് പാചകമൊക്കെ പഠിപ്പിച്ച് വേണമായിരുന്നു എന്നെ വിടാൻ. ഞാനല്ലേ വഴക്ക് കേൾക്കുന്ന? ചോദിക്കും അമ്മ, എന്താ പറഞ്ഞിട്ടാ വന്നേ, ഇതൊന്നും ചെയ്യാൻ അറിയൂലേ, അമ്മ ഇതൊന്നും പഠിപ്പിച്ചു വിട്ടില്ലേ എന്നൊക്കെ. ഞാൻ പിന്നെ അതിലേ കൂടെ ഒക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഠിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ യൂട്യൂബൊക്കെ നോക്കി പാചകമൊക്കെ പഠിച്ചു വെക്കും. എന്താ അമ്മ, അച്ചാറാണോ? അവൾക്ക് കൊണ്ടുപോകാനാ? അവിടെ ഇതൊന്നും ഉണ്ടാക്കത്തില്ല, അമ്മയ്ക്ക് കൊളസ്ട്രോൾ ഒക്കെ ഉള്ളതല്ലേ, അപ്പൊ ഇതൊന്നും ഉണ്ടാക്കാൻ സമ്മതിക്കൂല. ഇത്ര നാളായി അച്ചാറൊക്കെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. കൊണ്ടുപോകാൻ വേണ്ട, എന്തായാലും പോന്നതിന് മുമ്പേ ഇത്തിരി ചോറ് നല്ല കഴിച്ചിട്ട് വേണം എനിക്ക് പോവാൻ. പോണം. അപ്പുറത്തൊന്നൊരു സ്ത്രീ വരുമോ? എനിക്ക് അവരത്ര ഇഷ്ടമില്ല. അതൊന്നുമല്ല അമ്മ സഹിക്കാത്ത. വിശേഷമായില്ലേ ആ ചോദ്യം കേട്ട് തന്നെ ഞാൻ മടുത്തു. വിശേഷമായില്ലേ കൊച്ചേ, നിനക്കാണോ അവനാണോ കുഴപ്പം, അങ്ങനെയൊക്കെ ചോദിക്കുന്നു. അല്ലമ്മ, ഞാനിവിടെ വരച്ചു വെച്ചിരുന്ന എൻ്റെ പടങ്ങളൊക്കെ എന്തേ? ഒന്നും കാണുന്നില്ലല്ലോ. അതൊക്കെ എടുത്ത് മാറ്റിയില്ലേ? എന്തോരം കഷ്ടപ്പെട്ട് വരച്ചതായിരുന്നു. അവിടെ ഒന്നും വരയ്ക്കാനൊന്നും സമ്മതിക്കത്തില്ല അമ്മ. വരയ്ക്കാൻ എനിക്ക് നേരം, അതിനൊന്നും സമയമില്ലമ്മ. നാത്തൂനെടുത്ത് മാറ്റിയതാ. ഇതിപ്പോ അവളുടെ വീടല്ലേ, അവളുടെ ഇഷ്ടത്തിനല്ലേ ഇതൊക്കെ അറേഞ്ച് ചെയ്താ. കൊള്ളാം. മുടിയൊക്കെ കൊഴിയുന്നമ്മ. ഇവിടെ അമ്മ എണ്ണ തേക്കത്തില്ലായിരുന്നു, അവിടെ അതൊന്നും ഞാനിപ്പോ ശ്രദ്ധിക്കത്തില്ല. എണ്ണ തേക്കാനൊന്നും സമയമില്ല. അയ്യോ, സമയം ഇത്രയാണോ? ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് വാ, എനിക്ക് എപ്പോഴും ഓടി ഇങ്ങോട്ട് വരാൻ പറ്റൂലല്ലോ. ചേട്ടനെ ഒന്ന് വിളിച്ചു നോക്ക്. ചേട്ടൻ വരുവാണെങ്കിൽ എന്നെ കൊണ്ടാക്കാൻ പറയൂ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടുന്ന് അടുത്തല്ലേ ബസ് സ്റ്റോപ്പ് വരെ നടക്കാം. ആൾക്കാരെയൊക്കെ കാണാമല്ലോ അമ്മ, അവളെ എന്ത് കയറി കാണണം. ഞാൻ പോകുന്ന വഴിക്ക് അവളുടെ വീട്ടിലും കൂടെ കയറി അവളെയും കൂടെ ഒന്ന് കണ്ടിട്ട് പോവാം. അവളുടെ കുഞ്ഞിനെ ഒന്ന് കാണില്ലേ. വളർന്നു അമ്മ, 2.5 മാസമായല്ലേ ഉള്ളു. കുഞ്ഞിനെ ഒന്ന് കണ്ടിട്ട് പോവാം. ശരിയമ്മ, ഞാൻ ഇറങ്ങട്ടെ. ഇനി ഇരുന്നാ വിളി വരും.